നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. മൂലക്കല്ലായ ക്രിസ്തു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന് അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു. അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ പ്രിയ പുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശം നമുക്ക് ആകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് കേട്ടിട്ട് അവർ, അങ്ങനെ ഒരു നാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനും അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അവനെ തൂടിപ്പിക്കും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ ഒരു ഉപമയാണിത്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അയാൾ ആ മുന്തിരിത്തോട്ടം ആളുകളെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. മുന്തിരിയുടെ അനുഭവം വാങ്ങാൻ, ആ പാട്ടത്തുക വാങ്ങുവാൻ അദ്ദേഹം ഒരാളെ പറഞ്ഞയച്ചു. അവനെ അവർ അപമാനിച്ചു. രണ്ടാമതൊരാളെ പറഞ്ഞയച്ചു. അവനെ അവരപമാനിച്ച് വെറുതെ അയച്ചു. മൂന്നാമതൊരുത്തിനെ അയച്ചു. അവനെ മുറിവേൽപ്പിച്ച് അവനെ അയച്ചു. നാലാമത് യജമാനൻ, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വിചാരിച്ചു, എൻ്റെ മകനെ തന്നെ അയക്കാം, അവനെ ആകുമ്പോൾ പേടിക്കും. മകനെ അയച്ചു. ആ മകനെ അവർ തോട്ടത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അങ്ങനെ ആയാൽ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? തീർച്ചയായിട്ടും അയാൾ വരികയും ഈ പാട്ടക്കാരെ നിഗ്രഹിച്ചിട്ട് തോട്ടം അനുഭവം കൊടുക്കുന്ന വേറെ ആളിനെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ, തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, യഹൂദജാതിയെക്കുറിച്ചാണ് പറഞ്ഞത്. യഹൂദന്മാരെ ദൈവം ശിക്ഷിക്കും, യഹൂദന്മാരെ ദൈവം ന്യായം വിധിക്കും, അതിനുശേഷം പുറജാതികൾക്ക് ദൈവരാജ്യം നൽകും എന്നൊക്കെ യേശു മുമ്പ് പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞു, അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല. കാരണം പുറജാതികൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നായ്ക്കളാണ്, അവർ വചനമനുസരിക്കാത്തവരാണ്, ധാർമ്മികതയില്ലാത്തവരാണ്. അതുകൊണ്ട് ഒരിക്കലും നീതിമാനായ വിശുദ്ധനായ ദൈവം അങ്ങനെ ചെയ്യുകയില്ല എന്ന് അവർ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു ഒരു വാക്യം പറയുകയാണ്. 118 സങ്കീർത്തനത്തിലെ വാക്യമാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, യഹൂദജാതി അവര് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൈവവചനം സീനായി മലയിൽ നിന്ന് പ്രാപിച്ചവരൊക്കെയാണ്. ദൈവം അവർക്ക് എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി തനിക്കുള്ളതൊക്കെ അവരെ ഏൽപ്പിച്ചു. വാഗ്ദത്തങ്ങൾ, ന്യായപ്രമാണം, അതുപോലെ എല്ലാം അവർക്കുള്ളതായിരുന്നു. പക്ഷേ അവര് ദൈവദാസന്മാരെ, പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. അവസാനം ദൈവം തൻ്റെ പുത്രനെ അവരെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു. ആ യേശുവിനെ, ദൈവപുത്രനെ തിരിച്ചറിയാതെ അവനെ അവർ തോട്ടത്തിൻ്റെ പുറത്താക്കി കൊല്ലും. യേശുവിനെ നഗരവാതിലിന് പുറത്ത് ഗോൽഗോഥായിൽ അല്ലെങ്കിൽ കാൽവറിയിലാണല്ലോ കൊണ്ടുപോയി അവർ കൊന്നത്. അതുദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷയെന്നോണം യഹൂദന്മാരെ ദൈവം ന്യായം വിധിക്കും, അവരെ ദൈവം ചിതറിക്കും, അല്ലെങ്കിൽ അവരുടെ ദേവാലയവും അവരുടെ പട്ടണവുമൊക്കെ ദൈവം നശിപ്പിക്കും. തീർച്ചയായിട്ടും ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ ദൈവം പുറജാതികളെ ഏൽപ്പിക്കും.
പുറജാതികൾ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും അങ്ങനെ പുറജാതികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടാകും. യെരൂശലേം ദേവാലയം കൂടാതെ, മഹാപുരോഹിതന്മാരെ കൂടാതെ, ലേവ്യരെ കൂടാതെ, ദശാംശം കൂടാതെ, പെരുന്നാൾ കൂടാതെ, യാഗങ്ങളൊന്നും കൂടാതെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു ആരാധനാ രീതി, ഒരു ഭക്തി മാർഗം ഉണ്ടാകാനിടയാകും എന്നാണ് യേശു പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, യഹൂദന്മാരെ അങ്ങനെ തള്ളിക്കളയുകയും അവരുടെ ദേവാലയം നശിപ്പിക്കുകയും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു നാള് സംഭവിക്കുകയില്ല. യേശു പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്നുള്ള ആ വാക്യം താമസിയാതെ അന്വർത്ഥമാകാൻ, നിറവേറ്റപ്പെടുവാൻ ഇടയായി തീരും. തീർച്ചയായിട്ടും യഹൂദന്മാരെ ഉപേക്ഷിക്കുകയും പുറജാതികളെ അംഗീകരിക്കുകയും ചെയ്യും എന്നാണ് യേശു വ്യക്തമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതാണ് ലോകചരിത്രത്തിൽ സംഭവിച്ചത്. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റോമ കൈസറുടെ പടയാളികൾ വന്ന് യെരൂശലേം പട്ടണവും യെരൂശലേം ദേവാലയവും നശിപ്പിച്ച് പുരുഷന്മാരെ വാളിൻ്റെ വായ്ത്തലയാൽ കൊന്ന്, ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കൊന്ന് ഒരുപാട് പേരെ കുരിശിച്ചു. ബാക്കി പേരെ അവരെ ചതറിച്ചു. നാടിൻ്റെ നാനാഭാഗത്തേക്ക്, ലോകത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലേക്കും അവരെ ചതറിച്ചു കളഞ്ഞു. യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറി. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാര് ഇന്നും വാസ്തവത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നില്ല. എന്നാൽ മറ്റ് ജാതികൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വസ്ഥതയോടെ സമാധാനത്തോടെ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു. പിതാവായ ദൈവത്തെ പുത്രന്റെ നാമത്തിൽ ആരാധിക്കുന്നു, സന്തോഷിക്കുന്നു. അതാണ് രക്ഷാമാർഗം. ദേവാലയമൊന്നും വേണ്ട, യാഗങ്ങളോ പെരുന്നാളുകളോ പരിച്ഛേദനയോ ദശാംശമോ ഇതൊന്നും വേണ്ട. യേശുവിലെ വിശ്വാസത്താൽ ദൈവമക്കളാകുന്നു. അവർക്ക് പിതാവിനെ ആരാധിക്കാൻ, ഒത്തുകൂടി പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിക്കാൻ സാധിക്കുന്നു. ഇതാണ് രക്ഷാമാർഗം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.